കയറുന്നില്ല, കണ്ടാൽ ആവൂല. നമ്മളെ റൂമിനോട് പറ്റ ചെറിയ റൂം. ഗൈസ്, ഞാനിപ്പോൾ അറബിനെയും കൊണ്ട് ഒരു ഓട്ടം വന്നാണ്, ഞാനും വാപ്പയും കൂടി ഒരു ഓട്ടം വന്നാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വീട്ടിലെ ഹൗസ് ഡ്രൈവറിൻ്റെ റൂം നമ്മൾ നാട്ടിലത്തെ എന്താ പറയുക, ബാക്കി നിങ്ങൾ തന്നെ പറയും, ഞാൻ കാണിച്ചു തരാം. ഉള്ളിലേക്ക് എന്തായാലും ഇപ്പോൾ കയറുന്നില്ല, കാരണം ഇപ്പോൾ കയറി ഇറങ്ങി വന്നതാണ് അതിൻ്റെ ഉള്ളിൽ. എന്നോട് കയറുന്നില്ല, കണ്ടാൽ ആവൂല. നമ്മളെ റൂമിനോട് പറ്റ ചെറിയ റൂം, ചെറിയ റൂം. പിന്നെ അവിടെ കയറി ഞാനിപ്പോൾ വീഡിയോ എടുത്താൽ അവർക്കൊരു മോശമായിരിക്കും. ഞാൻ എന്തായാലും പുറത്തുനിന്ന് അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം ആ വീടിൻ്റെ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒരു കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞാൽ മതി. കാരണം ഞാനിപ്പം ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇതൊക്കെ റിയൽ കണ്ടാലേ നമുക്ക് ഇതിൻ്റെ ഫീലിങ്സ് കാര്യം മനസ്സിലാവുന്നുള്ളൂ. ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണൊരു റൂമാണത്. ഒരു റൂമിൻ്റെ വലിപ്പം വീതിയും കാര്യം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വാഷ്റൂം വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ കട്ടിലിട്ടിരിക്കുന്നത്, തിരുമ്പിടുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ, ആറിടുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ, വാഷിംഗ് മെഷീൻ അതിൻ്റെ ഉള്ളിൽ തന്നെ. എന്തല്ലേ, ഈ ഒരു ചെറിയ വീടിൻ്റെ ഉള്ളിലാണ്, വീടല്ല പറയാൻ പറ്റുന്നില്ല, ഇതിൻ്റെ ഉള്ളിലാണ് അത്രയും സൗകര്യങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഓരോ പ്രവാസിയുടെ അവസ്ഥ. ഇതിപ്പറ്റി തോന്നിയ ഫീലിങ്സും കാര്യങ്ങളും ഒന്നുമല്ല നിങ്ങൾക്ക് തോന്നുക. പലർക്കും പല ചിന്താഗതി ആയിരിക്കും, പല ഫീലിങ്സാണ്, എല്ലാം നമുക്കറിയാം. പക്ഷെ നമുക്ക് തോന്നിയത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ടൊക്കെ അത് നോക്കുമ്പോൾ തന്നെ ഒരു ഇടങ്ങേറാണ്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ആ റൂമിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ തല തട്ടുന്ന ഹൈറ്റിലാണ് ആ റൂമുള്ളത്. ചെറിയൊരു ഗ്യാപ്പേ വരുന്നുള്ളൂ. AC ഉള്ളത് കൊണ്ട് മാത്രം അവിടെ ജീവിച്ചു പോകുന്നു. ആ ഒരു ഹൈറ്റിനുള്ളിൽ അവിടെ കട്ടിലുണ്ട്, അലമാരുണ്ട്, അതേപോലെ തന്നെ വാഷ്റൂം ഉണ്ട്. ഇതെല്ലാം ആ ചെറിയൊരു പെട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ മനസ്സിലാക്കണത്. നാട്ടുകാർക്ക് അറിയോ, വീട്ടുകാർക്ക് അറിയോ, കൂട്ടുകാർക്ക് അറിയോ? ആ റൂമിൽ നിൽക്കുന്ന അയാൾ ഇങ്ങനത്തെ റൂമിലാണ് നിൽക്കുന്നത് ആർക്കെങ്കിലും അറിയോ? ഇല്ല. നമ്മളെ റൂം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, കുറച്ചുകൂടി വലുപ്പമുണ്ട് വിചാരിക്കുക. ഞാനിപ്പോൾ 3 കൺട്രീസ് പോയിക്കുന്നു. ഇതിപ്പോൾ ഖത്തറിൽ, പിന്നെ ദുബായിൽ, ബഹ്റൈനിൽ. ഈ 3 കൺട്രി പോയിട്ടും ഇങ്ങനത്തെ റൂം ഇതുവരെ കണ്ടിട്ടില്ല, ആരും കിടക്കുന്ന കണ്ടിട്ടില്ല. കാരണം ഞാൻ പോയിടത്തൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള റൂമും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ ബെഡ് സ്പേസ് മാതിരിയാണ്. വലിയ റൂമാണെങ്കിലും ബെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബെഡിൻ്റെ ഉള്ളിൽ. പക്ഷെ ഈ ഒരു ചെറിയ റൂമിൽ 2 കട്ടില്, ഒരു വാഷ്റൂം, അലമാര, ഇതൊക്കെ വെച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ, വേറൊന്നുമില്ല. കണ്ട കാഴ്ചയൊക്കെ തന്നെ കാണിച്ചു തരാനുള്ളൂ. അപ്പോൾ ഇത് നല്ല വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.